ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. ഇന്നലെ രാത്രി ഒരു 2 മണിയായപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിണീച്ചു. വയറിൻ്റെ ഉള്ളിൽ എലി ഇങ്ങനെ ചക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഭയങ്കര വിശപ്പ്. അങ്ങനെ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ഇപ്പോൾ ഞാൻ ഉറങ്ങട്ടെ മനുഷ്യനാണ്. വീണ്ടും വിളിച്ചത് വിശക്കണമെന്നാണ്. നമുക്കൊരു ഡ്രൈവ് പോയാലോ വെച്ച് ഡ്രൈവ് പോയാലും ബോൾ ഞെട്ടിണീച്ച് ഞങ്ങളൊരു 2:30 മണിയായപ്പം വണ്ടി എടുത്ത്, നല്ല മഴയുണ്ടായിരുന്നു, ഡ്രൈവ് പോയി. കോഴിക്കോട് ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ ഒരു കടയുടെ അടുത്ത് ഒരു 4-5 ബൈക്ക് നിർത്തിയിട്ട് കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഒരു മീശ മുളക്കാത്ത 15 വയസ്സ് 16 വയസ്സായ കുറേ 5-8 പിള്ളേർ ഇരുന്നിട്ട് നന്നായിട്ട് എന്തൊക്കെയോ പുകക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒച്ചമുളി ഉണ്ടാക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഭയങ്കര ഡ്രൗസിയാണ്. അപ്പോൾ ഓക്കെ, ഒറ്റപ്പെട്ട സംഭവമാണ് ഞാൻ മുന്നോട്ട് പോയി. ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് കുറേ കുണ്ടന്മാർ ഭയങ്കര ഒച്ചമുളി ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഓരോ കയ്യിൽ മറ്റേ ബിയറിൻ്റെ ബോട്ടിലുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയോ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരോ യാത്ര ഇങ്ങനെ പോയപ്പം ഈ ബസ് സ്റ്റോപ്പുകളിലും അതല്ലെങ്കിൽ കടയുടെ തിണ്ണയിലൊക്കെ കുറേ ചെറിയ ചെക്കന്മാർ നിരന്തരമായിട്ട് ഇങ്ങനെ കാണുന്നു. രാത്രി സമയം 2:30 മണിക്കാതിട്ടോ. നമ്മൾ പറയണത് നമ്മളെ കുട്ടികളൊക്കെ കഞ്ചാവും കള്ളും അടിച്ച് നടക്കുകയാണ്, പറഞ്ഞാൽ കേൾക്കണില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചാൽ ഒന്നല്ല, ഈ കുട്ടികൾക്കൊക്കെ പാരൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം അവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അവർക്കറിയാലോ ഈ രാത്രി 2:30 മണിക്ക് എൻ്റെ കുട്ടി വീട്ടിലില്ലാന്ന്. സ്വാഭാവികമായിട്ടും എട്ടും പൊട്ടും തിരിയാത്ത, പക്വത വെക്കാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ ബൈക്കും കൊടുത്ത് പൈസയും കൊടുത്ത് പെട്രോളും അടിച്ചു കൊടുത്തിട്ട് രാത്രി 2:30 മണിക്ക് അവൻ അങ്ങാടിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അവൻ അസാൻമാർഗികമായുള്ള വഴിയിൽ പോകുമെന്ന് ഉറപ്പല്ലേ? നമ്മളവനെ ശരിക്കും ചാണകത്തിലേക്ക് ഉന്തിയിടല്ലേ? എന്നിട്ട് പറയുന്നു എൻ്റെ കുട്ടി വഴിവഴിച്ചു പോയിന്ന്. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഒരു തറവാട്ടിലൊരു റൂൾ ഉണ്ടായിരുന്നു. അതായത് വല്യമ്മച്ചി പറയും, വല്യമ്മച്ചിക്ക് ടോട്ടൽ ഞങ്ങൾ 12 മക്കളായിട്ട് വലിയൊരു കുടുംബമാണ്. പക്ഷേ റൂൾ ഈസ് വെരി സ്ട്രിക്റ്റ്. മഗ്രിബ് ബാങ്ക് അതല്ലെങ്കിൽ സൺസെറ്റ് ടൈം ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്നോളാം, അല്ലെങ്കിൽ അന്ന് ഭയങ്കര കച്ചറയായിരിക്കും. ഇനി പിന്നെ അതൊരു +2 വരെ അങ്ങനെ പോയി. ഡിഗ്രി കാലഘട്ടങ്ങൾ റൂള് ചെറിയ രീതിയിൽ മാറി. നമുക്ക് കുറച്ചുകൂടി പക്വത വന്നെന്ന് തോന്നിയപ്പം 8 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം. അതായത് അടുത്ത പ്രയറും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ കയറണം എന്നായി. അത് കഴിഞ്ഞ് ഇപ്പോൾ 10-45 വയസ്സായി. ഇപ്പോഴും റൂള് തറവാട്ടിലത് സെയിം തന്നെയാണ്. 10:30 മണിയാകുമ്പോൾ വീട്ടിൽ കയറിക്കോളാം. അത് കഴിഞ്ഞാൽ പുറത്തു പോകാൻ പാടില്ല. ഒരു റൂളാണ്. അതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നന്മക്കായിരിക്കും. തറവാട്ടിലെ റൂളാണ് നമ്മളിപ്പോഴും പാലിക്കുന്നുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വഴിപിഴക്കുന്നതിലും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു പുതിയ ജനറേഷനെ വളർത്തെടുക്കുന്നതിലും ഈ കുട്ടികളെ രാത്രി 2:30 മണിക്ക് കയറൂരി വിടുന്ന ഈ പാരൻസിന് ഉത്തരവാദിത്തമല്ലേ? ഒരു പാരന്റ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ആ കുട്ടിയെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിച്ച് നല്ല ഒരു സിറ്റിസണായിട്ട് സമൂഹത്തിന് കൈമാറുന്ന ഒരാളാണ് പാരന്റ്. അല്ലാതെ 2 മണിക്ക് വണ്ടിയും ബൈക്കും കൊടുത്ത് കുട്ടിനെ കഞ്ചാവടിക്കാൻ വിടുന്നവനല്ല പാരന്റ്. തീർച്ചയായും പാരന്റ് എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കുട്ടി രാത്രി 2 മണിക്ക് വീഡിയോ കൊലായ്മയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കടയുടെ തിണ്ണയിൽ ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കുന്നുണ്ടെങ്കിൽ അത് 100% നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി, ആ കുട്ടിയെ കയറൂരി വിട്ടതിൻ്റെ.